ഹലോ, ഇന്ന് വ്യാഴാഴ്ച രാവിലെയാണ്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെ 10 മണി കഴിഞ്ഞിട്ട് കഴിക്കുന്നത് ബ്രെഡും മുട്ടയുമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതുപോലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നും പോയില്ല. ഈ സമയം കൊണ്ട് ഇന്നലെ കുറച്ച് അവിയൽ കഷ്ണങ്ങളും അല്ലാത്ത പച്ചക്കറികളും ഒക്കെ വാങ്ങിച്ചായിരുന്നു. അതൊക്കെ ക്ലീനാക്കി ഓരോരോ പാത്രങ്ങളിലാക്കി. ഇത് വെള്ളരിക്ക തൊലി ചെത്തി അതിൻ്റെ അകത്ത് എല്ലാം ക്ലീനാക്കിയിട്ട് വലിയ വലിയ പീസാക്കി വെക്കും. സാമ്പാർ, അവിയൽ എന്തിനു വേണമെങ്കിലും നമുക്ക് സലാഡിനും ഈ ഇത് വെള്ളരിക്ക നല്ല രുചിയാണ്. ഇത് പടവലങ്ങായും കുറച്ച് മുരിങ്ങയ്ക്ക, ഇത് ചേന മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ സാമ്പാറിലിടാനോ എടുക്കാം, അവിയലിടാനോ എടുക്കാം. ഇത് വെള്ളവഴുതനങ്ങ മെഴുക്ക് പുരട്ടിക്കോ അരിഞ്ഞു വെച്ചു. ഇത് ഇവിടെ അമരപ്പയർ. ഇത്രയുമാണ് ഇപ്പം രാവിലെ ക്ലീനാക്കിയത്. ഇത് വെക്കാനുള്ള ബോക്സ് അന്വേഷിച്ച് ചെന്നപ്പോൾ ഒരു ബോക്സ് ഫ്രിഡ്ജിനകത്തിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം മുതൽ കുറച്ച് പടവലങ്ങായും കുറച്ച് മുരിങ്ങയ്ക്കായുമാണ്. ഒട്ടുമേ ചീത്തയായിട്ടില്ല. നല്ല ഫ്രഷായിട്ട് നല്ല കരിങ്കൽ കഷ്ണങ്ങൾ പോലെ തന്നെ പടവലങ്ങയൊക്കെയുണ്ട്. മറന്നുപോയി ഇന്നലെ സാമ്പാറിന് ചേർക്കാനായിട്ട്, അതും കൂടെ ഉണ്ട്. വേറെയും ബാക്കി ക്യാരറ്റ്, പച്ച ഏത്തയ്ക്ക, മൊന്തങ്കായ, പേയങ്കായ ഇതൊക്കെ ഫ്രിഡ്ജിനകത്ത് വെച്ചു. ഇല്ലെങ്കിൽ അത് പുറത്തിരുന്നാൽ അത് പഴുത്തു പോകും, കളർ മാറ്റം വരും. പിന്നെയും ക്ലീനാക്കാനുണ്ട്. തക്കാളിയൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇന്നലെ കുറേ മധുരക്കിഴങ്ങ് വാങ്ങിച്ചു. 2 ചേമ്പുണ്ട്, നമുക്ക് അവിയലിനൊക്കെ ഇടാം. വെളുത്തുള്ളി, ചുമന്നുള്ളി, സവാള ഇതൊക്കെ സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ക്ലീനാക്കി. പച്ചക്കറികൾ ഇത്രയും ക്ലീനായി നമ്മുടെ കഷ്ണങ്ങളാക്കി നമ്മുടെ ഫ്രിഡ്ജിനകത്തുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സാമ്പാറോ അവിയൽ, ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് സാമ്പാറും അവിയലും തോരനുകളും ഒക്കെയാണ്. നോൺ വെജ് ഇല്ലെങ്കിലും 2 ദിവസം പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഈ വെജിറ്റബിളിൻ്റെ കൂട്ടാനൊക്കെ മതി. കാച്ചിമോരോ, അതിൻ്റെ കൂടെ അവിയൽ, സാമ്പാറിൻ്റെ കൂടെ ആണെങ്കിൽ ഒരു തോരനോ മെഴുക്കോട്ട് ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടുക്കള ജോലിക്ക് ഏറ്റവും എളുപ്പമാണ്. ഒരു ദിവസം രാവിലെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഇരുന്ന് കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ച് ഇതുപോലെ ക്ലീനാക്കി അരിഞ്ഞും വലിയ കഷ്ണങ്ങളുമാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അടുക്കള ജോലിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗ്ഗമാണ്. ഒക്കെ ഓഫീസിലും സ്കൂളിലൊക്കെ ജോലിക്ക് പോകുന്നവരൊക്കെ പോകട്ടെ, അവരൊക്കെ അവരുടെ വീട്ടിലാരെങ്കിലുമൊക്കെ അവിടെ അമ്മമാരും ഒക്കെ കാണും. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ഒക്കെ ഇതുപോലെയൊക്കെ ഒക്കെ ക്ലീനാക്കി കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് പാചകം ഏറ്റവും ലളിതമാകും. ഓക്കേ. പച്ചമുളക് ഞെടുപ്പോടുകൂടെ തന്നെ കഴുകിയിട്ട് വെള്ളം വാർന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഞെടുപ്പ് മാറ്റിയിട്ട് ഒരു ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് കുറേ ദിവസം കേടാകാതിരുന്നോളും. അതിൽ കറിവേപ്പിലയും അതേപോലെ തന്നെ ഞെടുപ്പ് മാറ്റിയിട്ട് ഒന്ന് ഈ ഫാനിൻ്റെ കീഴിലൊക്കെ എവിടെയെങ്കിലും ഒന്ന് തുറന്ന് വെച്ചതിൻ്റെ ഈർപ്പമയം ഒരു ഇത് ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതും ശരിയാകും. പച്ചമുളക് എടുക്കാനുള്ള ഇത് നേരത്തെയുള്ള പച്ചമുളകാണ്. എൻ്റെ കൂടെ ആ പച്ചമുളക് കൊണ്ട് ചേർത്താൽ നമുക്ക് കുറേ നാൾ പച്ചമുളക് അച്ചാറിടണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെട്ടെന്ന് പച്ചമുളക് കഴുകി വെച്ചിരിക്കുകയാണ്. കറിവേപ്പിലയൊക്കെ നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കുമ്പോൾ തന്നെ കഴുകിയെടുക്കണം. ശരി, ബാക്കി പച്ചക്കറിയൊക്കെ നമുക്ക് ഓരോന്നും കഴുകാനുള്ളത് കഴുകി അമരക്കായൊക്കെ തന്നെ ഇതേപോലെ കഴുകാതെ തന്നെ അരിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നതിന് മുമ്പ് കൂട്ടാൻ വെക്കുന്നതിന് മുമ്പ് അത് കഴുകിയെടുക്കണം. കാരണം ആ ഈർപ്പത്തോടു കൂടി നമ്മൾ അരിഞ്ഞാൽ അത് ചീത്തയായിപ്പോവും. അവിടെ കൊണ്ടിരുന്ന് അതേപോലെ തന്നെ ഒന്ന് തുണി കൊണ്ടോ വല്ല ഒന്ന് ക്ലീൻ ആക്കി ഇല്ല, നല്ല ഫ്രഷായിട്ടായിരിക്കുമല്ലോ നമുക്ക് കിട്ടുന്നത്. അത് അതുപോലെ തന്നെ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് പാചകം പെട്ടെന്ന് ഓരോ ദിവസം രാവിലെ എഴുന്നേറ്റ് എന്താണ് വേണ്ടിയതെന്ന് വെച്ചാൽ രാവിലെയോ വൈകിട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഇഡ്ഡലിയുടെ കൂടെ സാമ്പാർ ഉണ്ടാക്കാൻ, ചോറിൻ്റെ കൂടെ നമുക്ക് നോൺ വെജ് ഒന്നും ഇല്ല എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പെട്ടെന്ന് സാമ്പാറോ അവിയലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂട്ടുകറിയോ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഇത്രയും കാര്യങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഈസിയാണ്. ശരി, ഓക്കേ.